പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നത് ബുധൻ്റെ ഇടവം രാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റവും ഈ മാറ്റം മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. കേവലം 2 ആഴ്ച മാത്രമാണ് ഇടവൻ രാശിയിൽ ബുധൻ പ്രവേശിക്കുന്നത്, നിൽക്കുന്നത്. പക്ഷേ ഈ 2 ആഴ്ചക്കാലം ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ബുധൻ ചെലുത്തുന്ന സ്വാധീനം വളരെ കൂടുതലാണ്. എന്തെന്നാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. നിങ്ങളറിയണം, ഗാംബ്ലിംഗ്, ലോട്ടറി അല്ലെങ്കിൽ മധ്യസ്ഥത, ഭൂമി ക്രയവിക്രയങ്ങൾ, ഏജൻറ്റ്, ഏത് ദൗത്യങ്ങളും നിർവഹിക്കുക, ഇതൊക്കെ ബുധൻ്റെ മാത്രം ധർമ്മമാണ് ജ്യോതിഷത്തിൽ. പലപ്പോഴും ഒരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ സ്വാധീനം, ആ ലോട്ടറി ലഭിക്കുവാനുള്ള സ്വാധീനം ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ. അതിനാലാണ് ബുധനെ നാം ഗാംബ്ലർ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അതിനാൽ കേവലം 14 ദിവസമാണെങ്കിലും ബുധൻ്റെ ഒരു രാശിയിലേക്കുള്ള വരവ് അതൊരു വരവാണ്. ഏതാനും ദിവസങ്ങൾ ബുധൻ മേടൻ രാശിയിലായിരുന്നു. ഞാൻ വിശദമായി ഓരോ രാശിക്കാരുടെയും വിഷയങ്ങളിതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ബുധൻ ഇവിടെ ശത്രുക്ഷേത്രത്തിലായിരുന്നു. എന്നാൽ ഇതാ ബുധൻ തൻ്റെ ഏറ്റവും അടുത്ത സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ ബുധൻ നമുക്കിതാ 2025 മെയ് 23 മുതൽ ജൂൺ 6 വരെയുള്ള 1200 ഇടവമാസം 9-ാം തീയതി മുതൽ ഇടവമാസം 23-ാം തീയതി വരെയുള്ള കേവലം 14 ദിനങ്ങൾ, 2 ആഴ്ച ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അടുത്തതായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ചാരവശാൽ ബുധൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ എപ്രകാരം മിഥുനം രാശിക്കാരെ ബാധിക്കുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. ഇടവം മിഥുനത്തിൻ്റെ 12-ാം ഭാവമാകുന്നു. അവിടെ സൂര്യനോടുകൂടി 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. ബുധന് ചെറിയൊരു മൗഢ്യമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, മിഥുനൻ രാശിക്കാർക്ക് ബുധൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ശുഭമല്ല. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഇവിടെ മിഥുനൻ രാശിക്കാരുടെ ലഗ്നാധിപൻ, രാശ്യാധിപനാണ് ബുധൻ. അപ്രകാരം തന്നെ 4-ാം ഭാവാധിപത്യവും ഉണ്ട്. വളരെയധികം വീട് സംബന്ധിച്ച ഡോക്യുമെൻറ്റ്സ് വളരെ ശ്രദ്ധിക്കണം. സഹോദര ഗുണം കുറയും. ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അമ്മാമന്മാർ, മരുമക്കളുമായി തർക്കങ്ങളുണ്ടാകാം. ഭൂമി വിഷയം വളരെയധികം ജാഗ്രത പാലിക്കുക. ഭൂമി വിൽക്കുന്നവർക്കൊക്കെ തന്നെ പലപ്പോഴും രേഖാപരമായ ബുദ്ധിമുട്ടുകൾ ഈ ബുധൻ ഉണ്ടാക്കി എന്ന് വരും. അതിനാൽ തന്നെ വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക. രേഖകൾ നഷ്ടപ്പെട്ടു പോകുന്ന സമയമാകുന്നു. 14 ദിവസക്കാലമാണ് മിഥുനൻ രാശിക്കാർക്ക് ബുധൻ ഇടവമാസത്തിൽ സ്ഥിതി ചെയ്യുന്നത്. പ്രകാരം തന്നെ ലഗ്നാധിപനായ, മിഥുനൻ രാശിയുടെ അധിപനായ ബുധനാണ് 12-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതിനാൽ പലപ്പോഴും തൻ്റെ വാക്കുകൾ, പ്രവൃത്തികൾ, എല്ലാ വിഷയങ്ങൾക്കും അന്യനുമായി സംസാരിക്കുമ്പോഴും എല്ലാം വളരെ കൃത്യത വരുത്തുക. ആ കൃത്യത വരുത്തിയില്ലെങ്കിൽ, പലപ്പോഴും രേഖയില്ലെങ്കിൽ, പിന്നെ കൊടുത്ത ധനത്തിനോ വാക്കിനോ അല്ലെങ്കിൽ പ്രോമിസറി നോട്ടുകൾ മുതലായവയ്ക്കോ യാതൊരു വിലയും ഉണ്ടാകില്ല. അതിനാൽ വ്യക്തമായ ധാരണയോടുകൂടി മാത്രം 14 ദിവസം രേഖാപരമായ വിഷയങ്ങളിലായാലും ധനപരമായ വിഷയങ്ങളിലായാലും ശ്രദ്ധിക്കണം. ധനം കൊടുത്താൽ തിരിച്ച് ലഭിക്കില്ല ഈ ഒരു 14 ദിവസക്കാലം ഇടവൻ രാശിക്കാർക്ക്. അതിനാൽ വ്യക്തമായ രേഖയില്ലാതെ ധനം കൈവശം വന്നാൽ അത് തിരിച്ച് ലഭിക്കില്ല. പരഹസ്തഗതം ധനം എന്നാണ്. അന്യരുടെ കൈവശമുള്ള ധനം തിരിച്ചു വരില്ല. ഇവിടെയും നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിൽ പോവുക. അവിടെ വിളക്കിലേക്ക് എണ്ണ, തിരി സമർപ്പിക്കുക. ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും. അപ്രകാരം തന്നെ നരസിംഹ ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കുക. ശാരീരികമായി തലമുടി കൊഴിയുക, സ്കിൻ പ്രോബ്ലംസ്, ത്വഗ് രോഗങ്ങൾ വരുന്ന 14 ദിവസക്കാലമാണ്. ശ്രദ്ധിക്കണം. ഒരു തരത്തിലും ഒരു പ്രകോപനത്തിനും അന്യായമായി ആരുമായി സംസാരിക്കുവാനോ വാക്തർക്കത്തിൽ ആർഗ്യുമെൻസിന് മുന്നിട്ടിറങ്ങാതിരിക്കുക. പലപ്പോഴും സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ
നാം അനാവശ്യമായി സംസാരിക്കും. ആ സംസാരം പോലും തനിക്ക് ഒരു ബുദ്ധിമുട്ടായി വരുന്ന 2 ആഴ്ചകളാണ് മുന്നിലുള്ളത്. ശ്രദ്ധിക്കുക. എല്ലാ പ്രിയപ്പെട്ട മിഥുനൻ രാശിക്കാർക്കും ഒരു ശോഭനമായ 14 ദിവസത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.